അപ്പോൾ വായോ നമുക്കിന്നൊരു ചേന വൻപയർ എരിശ്ശേരി ഉണ്ടാക്കിയാലോ. രണ്ടുണ്ട് കാര്യം, ചേനയുടെ ഗുണം കിട്ടും, വൻപയറിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ കുട്ടികളൊക്കെയുള്ള അമ്മമാർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ചേന ഞാനിങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേന അരിയുമ്പോൾ സൂക്ഷിക്കാം, ചിലപ്പം ചേന ചൊറിയുന്ന ചേനയാണെങ്കിൽ ചൊറിയും. പിന്നെ എൻ്റെ അമ്മച്ചിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചേന വെന്താൽ മാത്രമേ പിന്നെ ആ ചൊറിച്ചിൽ മാറുള്ളൂ എന്ന്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ വൻപയർ വെന്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ചേന ഇട്ട് വേവിക്കാൻ വെച്ചു. ഉപ്പും മാത്രം ഇട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ. പിന്നെ തേങ്ങ എടുത്തിട്ട് ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരച്ച സമയം കൊണ്ട് നമ്മുടെ കുക്കർ കൂകി അത് വെന്ത് വന്നിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കഷ്ണമായിട്ട് കിടന്നാൽ ഈ കുഞ്ഞുങ്ങൾ കഴിക്കാൻ മടിയാണ്, അതുകൊണ്ട് പിന്നെ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരാവി വന്നാൽ മതിയാവും കേട്ടോ, അപ്പോഴത്തേന് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറും. അപ്പോൾ ഇനി നമുക്ക് കടുവറ മാത്രമേ ഉള്ളൂ. എളുപ്പമുള്ള പരിപാടിയാണ്, പെട്ടെന്ന് തീർന്നു. 1 പോട്ട് കറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഒരു കടുവ വറുക്കുന്ന പാത്രം കൂടെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കടുവ വറുക്കാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും കടുവ വറുക്കുന്ന പോലെ, പിന്നെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഒരു ശകലം മുളക് പൊടി ഇടുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആ കടുവ വറുത്ത് എടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.